Good morning. Good morning. Welcome to day 9. Day 9. Welcome to day 9. നമ്മൾ ഡേ 9 എത്തിയിരിക്കുന്ന സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്തു. നന്നായി തന്നെ പോകുന്നുണ്ട്. ഇപ്പം സമയം 8:45 എന്തോ ആയിട്ടുണ്ട്. എണീറ്റു. ഇനിയിപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി പോകണം. ഫുഡൊക്കെ കഴിക്കണം ആസ് യൂഷ്വൽ. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യട്ടെ. നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. കം ഓൺ, എണീക്കൂ. ഈ രാവിലെ എണീക്കുന്ന പരിപാടി, ഈ രാവിലെ നേരത്തെ എണീക്കുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു കൊടുക്കട്ടോ. ഈ 5-6 മണിക്കൊക്കെ എണീക്കുന്നവരുണ്ടല്ലോ സ്ഥിരം, എനിക്ക് പറ്റത്തില്ല. എനിക്ക് മാക്സിമം പറ്റുന്നത് 8 മണി 8:30 പറ്റും. അതുവരെ കുഴപ്പമില്ല. 6 മണി ഞാനിപ്പോഴും ആലോചിക്കട്ടെ, സ്കൂൾ സമയത്ത് ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എന്തോ എണീറ്റുകൊണ്ടിരുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കിവിടെ ക്ലാസ് 8 മണിക്കായിരുന്നു. 6 മണിക്ക് എന്തോ 6 മണി 6:30 എന്തോ. എൻ്റെ സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട് എനിക്ക് അത്രയും ലേറ്റായിട്ട് എണീറ്റാൽ മതി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ 5 മണിക്കൊക്കെ എണീറ്റുകൊണ്ടിരുന്നത്. ഞാൻ 6 മണിക്ക് എണീക്കുന്നത് ഞാൻ അയച്ചിട്ടുണ്ട്. അത്രയും 12 വർഷം ഞാനെങ്ങനെ 6 മണിക്ക് എണീറ്റാവും. ഞാൻ തന്നെയാണോ അത്? ഇപ്പം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല അത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി എല്ലാം റെഡി ആവട്ടെ. അല്ലെങ്കിൽ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പോയിട്ടൊക്കെ ബ്രഷ് ചെയ്തിട്ടൊക്കെ സെറ്റാക്കിയിട്ട് വരാം. നമ്മളെല്ലാം സെറ്റായി, ബ്രഷ് ചെയ്തു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമുക്കിനി താഴെ പോയി നോക്കാം എന്താ ഫുഡ് കഴിക്കാന്നുള്ളത്. നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് നോക്കാം. ഇന്നലത്തെ ബ്രൗൺ ബ്രെഡ് ഇഗൻ ബാക്കിയുണ്ട്. ചിലപ്പോൾ ഞാൻ ബ്രൗൺ ബ്രെഡിൻ്റെ അടുത്ത് കഴിക്കും. അല്ല അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതായിരിക്കും കഴിക്കണ്ടാവും. നമുക്ക് പോയി നോക്കാം. നമുക്ക് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വൂഫീനെ ഒന്ന് പോയി കാണാം. അവിടെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. വൂഫീന്ന് വിളിച്ചപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കിയിരിപ്പുണ്ട്. നമുക്ക് പോയി നോക്കാം. ആരിത് അവിടെ ഉണ്ട്. മച്ചാൻ ഉറങ്ങിയോ ഇന്നലെ നന്നായിട്ട്? മച്ചാൻ സ്ലീപ്പ് ചെയ്യോ ഇന്നലെ നന്നായിട്ടെന്നാ? ഓർ എന്തായിരുന്നു പരിപാടി? വാട്സാപ്പ് ബടി. എൻ്റെ കാര്യം മറന്നുപോയരുത്. ആദ്യം പോയി വെള്ളം സെറ്റാക്കാം. പിന്നെ അമ്മ ഇവിടെ നിന്ന് ഗോതമ്പ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ്. സോ നമ്മളതാണ് കഴിക്കുന്നത്. നമ്മൾ ബ്രൗൺ ബ്രെഡല്ല കഴിക്കുന്നത്. കാരണം ഗോതമ്പിൻ്റെ ഉപ്പുമാവാണല്ലോ. ദാറ്റ് ഈസ് വെരി ഹെൽത്തി. അപ്പം അത് കഴിക്കാം. അതിന് മുമ്പ് നമുക്കിതാ വെള്ളം നിറയ്ക്കാം. Cheers. അപ്പോൾ ഇത് ഇത്രയും ഉപ്പുമാവും ഈ 2 കുഞ്ഞിപ്പഴം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാലിപ്പൂവനാണോ മൈസൂറാണോ എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോർട്ടഡ്. ഇനി അടുത്ത് നമ്മൾ സ്നാക്കിന് വേണ്ടി എന്താണെന്ന് ആലോചിക്കണം. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്നാക്കിന് വേണ്ടി മാങ്ങ എന്തോ ഉണ്ട്. വേറെ മാങ്ങ ഉണ്ടായിരുന്നു. പപ്പ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് വേറെ മാങ്ങയുണ്ടെന്ന്. അപ്പോൾ മാങ്ങയോ സംതിങ് എന്തെങ്കിലും കഴിക്കാം. പിന്നെ ലഞ്ചാണെങ്കിലും സോർട്ടഡ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ. വിശക്കുണ്ട് ഭയങ്കരമായിട്ട്. കഴിക്കട്ടെ. നമ്മൾ വേഗം തന്നെ 1ാമത്തെ ലിറ്റർ കുടിച്ച് കഴിഞ്ഞിരിക്കുന്നത്. വേഗം കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ 2ാമത്തെ ലിറ്റർ നിറയ്ക്കാൻ വേണ്ടി വന്നേക്കാണ്. 1ാമത്തെ ലിറ്റർ 2ാമത്തെ ലിറ്റർ 1ാമത്തെ ഇത് തന്നെ പറിച്ചില്ല. 1ാമത്തെ ലിറ്റർ 2ാമത്തെ ലിറ്റർ 3ാമത്തെ ലിറ്റർ. അപ്പം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം 2ാമത്തെ ലിറ്റർ നിറയ്ക്കേണ്ടതുണ്ട്. തീർന്നു. 2ാമത്തെ ലിറ്റർ നിറയ്ക്കേണ്ടി വന്നതാണ്. അത് നിറച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പരിപാടികൾ ആസിൻ കുറച്ച് പഠിക്കാനുണ്ട്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതുപോലെ യൂട്യൂബിലേക്ക് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതിന് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. എല്ലാം ചെയ്യാനുണ്ട്. അപ്പം എല്ലാ പരിപാടികളായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ സ്നാക്ക് ടൈം ആകുമ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ. നമ്മൾ സ്നാക്ക് ടൈമായി. സ്നാക്കിന് വേണ്ടിയിട്ട് താഴെ വന്നതാണ്. അപ്പം ഞാൻ നോക്കിയ സമയത്ത്
ഫ്രൂട്ട്സ് ഒന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലത്തെ യൂസ്വൽ ബ്രൗൺ ബ്രെഡ് ആൻഡ് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ അല്ല, ബദാം ബട്ടർ. പീനട്ട് ബട്ടർ അല്ല, ബദാം ബട്ടർ. അതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഞാനത് ടോസ്റ്റ് ചെയ്യാൻ ഓർത്ത്. കാരണം എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ടോസ്റ്റ് ചെയ്തിട്ട് പീനട്ട് ബട്ടർ, എൻ്റെ ദൈവം, പീനട്ട് ബട്ടർ അല്ല, ബദാം ബട്ടർ. പിന്നെയും പീനട്ട് ബട്ടർ വന്നുകൊണ്ടിരിക്കുക. ബദാം ബട്ടറും കൂടെ കഴിക്കാം. ഞാനത് പോയി റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണേ. നമ്മൾ ഇത് കഴിച്ചിട്ട് വരുന്നതായിരിക്കും. ഞാൻ കഴിക്കട്ടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ ഓർത്തു. ഇപ്പോൾ കരിക്കിൻ്റെ താങ്ക്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് കഴിക്കാൻ ഓർത്തു. കഴിക്കട്ടെ എന്നാൽ. കുറച്ച് പണിയുണ്ടായിരുന്നു. ആ പണി തീർത്തു. കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വിശന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് ചോറുണ്ട്. ആൻഡ് എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നണില്ല. അപ്പോൾ ഐ വാസ് തിങ്കിങ് എന്താ കഴിക്കേണ്ടതെന്ന്. അപ്പോൾ രാവിലത്തെ മറ്റേ നമ്മുടെ സ്വന്തം ഗോതമ്പ് ഉപ്പുമാവുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഗോതമ്പ് ഉപ്പുമാവ് കഴിച്ചാലോ. പക്ഷെ ഗോതമ്പ് ഉപ്പുമാവ് മാത്രം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ ഇല്ലല്ലോ. അപ്പോൾ ചിക്കനും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഗോതമ്പ് ഉപ്പുമാവും ചിക്കനും കഴിക്കാതെ. അപ്പോൾ ഗോതമ്പ് ഉപ്പുമാവും പഴവും കൂടെ കഴിച്ചിട്ട് പിന്നെ ഞാൻ സെപ്പറേറ്റായിട്ട് ചിക്കൻ കഴിക്കുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരിക്കും. നിങ്ങൾ ആലോചിക്കേണ്ട എന്തൊക്കെ വിയേർഡ് കോമ്പിനേഷൻസാണ്. ഞാൻ ഇതുവരെ ഉപ്പുമാവും ചിക്കനൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ സാരമില്ല, പുട്ടും ചിക്കനും കഴിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒന്ന് ഓർത്ത് കഴിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അത് തന്നെയാണ്. അപ്പം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗോതമ്പ് ഉപ്പുമാവും ചിക്കനും ഒക്കെ ചൂടാക്കട്ടെ. ഞാനതൊക്കെ ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ സ്വന്തം ഉപ്പുമാവും ചിക്കനും വിയേർഡ്, സാരമില്ല, ഒരു പ്രശ്നമില്ല. അതും പഴം കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഞാനിപ്പോൾ സമയം 1:30 കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ കൈ ഇന്ന് സമയം 1:30 കഴിഞ്ഞു. അപ്പം ഇച്ചിരി ലേറ്റായി നമ്മൾ ഫുഡ് കഴിക്കാൻ. പക്ഷെ സാരമില്ല, നമുക്കിപ്പോൾ കഴിക്കാം. അപ്പം ഞാൻ കഴിച്ചിട്ട് ഓടിപ്പോയി കഴിച്ചിട്ട് വേഗം വരുന്നതായിരിക്കും. ഹലോ. അപ്പം നമ്മൾ കുറച്ച് നേരം നാപ്പ് എടുക്കണം എന്നോർത്ത് വെച്ച് കടന്നതാണ്. പക്ഷെ ഞാനൊരു സിനിമ കണ്ടു തുടങ്ങിയായിരുന്നു. പാച്ചു അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ സിനിമ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇത്ര നേരം. അപ്പോഴത്തേക്കും ചൂടെൻ്റെ പൊന്നെ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും നേരം. 2ാമത്തെ ലിറ്റർ കുപ്പി വെള്ളം ഓൾസോ കഴിഞ്ഞു. ഇനി 3ാമത്തെ ലിറ്റർ പോയി നിറയ്ക്കണം. പിന്നെ ഇപ്പോൾ വൈകുന്നേരം 4:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കും പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഓടിപ്പോയി താഴേക്ക് പോട്ടെ ഗൈസ്. ചൂട്, താഴേക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ചക്കച്ചോളയും 2-3 കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അമ്മ. വന്നിട്ട് ഇങ്ങനെ പുറത്ത് വെറുതെ വീടിൻ്റെ പുറത്തിങ്ങനെ വന്നിരുന്നതാണ്. വെറുതെ പ്രകൃതി രമണീയമായ വീട് ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ വൂഫി ഇവിടെ ഉണ്ട്. വൂഫിനെ കുറച്ച് നേരം വൂഫിയുടെ മുടിയൊക്കെ ചീകി എന്നിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കത്ര മൂഡ് ശരിയല്ല, എന്താ അറിയത്തില്ല. അപ്പോൾ അത്ര മൂഡ് ശരിയല്ലാത്ത കാരണം നമ്മൾ ഡാൻസാണ് ചെയ്യുന്നത്. വേറെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്താ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. മിക്കവാറും ഡാൻസാണ് തോന്നുന്നു. എങ്ങാനും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. ആൻഡ് ഓൾസോ ഇന്ന് സ്വിമ്മിങ്ങിന് പോകാൻ പറ്റില്ല. ബിക്കോസ് അവിടെ കുറേ ആൾക്കാരുണ്ട് ഇന്ന്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ടേക്ക് നമുക്കിന്ന് പോകുന്നുണ്ടാവില്ലായിരിക്കും മിക്കവാറും. അപ്പോൾ അറിയത്തില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് രണ്ടും ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നതായിരിക്കും. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്കും ഞാൻ ഡാൻസ് കുറച്ച് നേരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേലഴുകി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ മറന്നേ പോയിട്ട് ഹോട്ടലിൽ. അപ്പോഴത്തേക്കും കുറച്ച് ഡാൻസ് ചെയ്തിട്ട് വന്നു. പിന്നെ ഇന്ന് സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മളിപ്പം നമ്മുടെ എപ്പോഴും വ്ളോഗ് കാണുന്ന പാർവതി ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടികൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനിപ്പം പീക്കയുടെ വീട്ടിലാണ്, പാർവതിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ആയിരിക്കും കേട്ടോ. ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. മൂടൊക്കെ ഒന്ന് ശരിയാവാൻ ഇവിടെ അടുത്ത് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. ചിലപ്പോൾ പേഴ്സൺ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവളുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ആൻറ്റി എനിക്ക് ചപ്പാത്തിയും പ്രോൺസ് കറിയും ബുൾസയാണ് ഉണ്ടാക്കി തന്നത്. അത് മൊത്തം കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. പ്രോൺസ് കറിയൊക്കെ വൻ ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഒരു ചപ്പാത്തിയാണ് ആൻറ്റി സ്പെഷ്യലായിട്ട് എണ്ണയൊന്നും ഇടാണ്ടാണ് ഉണ്ടാക്കി തന്നത്. ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ചിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ചിരിക്കുന്നതാണ്. അപ്പോൾ എണ്ണയൊന്നും ഇടാണ്ടാണ് ഉണ്ടാക്കി തന്നെ. അപ്പം
എന്താണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എൻ്റെ ഒരു കോഫി കൂടെ കുടിച്ചായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ കോഫി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നന്നാവാറില്ല. പക്ഷേ ഇവിടെ ആൻറ്റി കോഫി ഉണ്ടാക്കണം ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ പിന്നെയും ബാക്കിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് ബുക്ക് എടുത്തില്ല, അതുകൊണ്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇന്ന് ഡേ 9 ആണ് കംപ്ലീറ്റ് ആവുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് ടിക്ക് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ എന്തായാലും നാളെ നമ്മൾ പിന്നെയും അടുത്ത ഡേ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.